ഫെയ്സ് ഈരാറ്റുപേട്ട ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. ഫെയ്സ് ഓഫീസിൽ സംഘടിപ്പിച്ച ആഘോഷം നഗരസഭാ കൗൺസിലർ ജെയിംസ് കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഫെയ്സ് പ്രസിഡന്റ് KPA നടക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാഹിത്യവേദി സെക്രട്ടറി PPM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ തസ്നീം K. മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് റഫീഖ് പട്ടരുപറമ്പിൽ, സാഹിത്യവേദി പ്രസിഡന്റ് KM ജാഫർ, പാലിയേറ്റീവ് നഴ്സ് ജിൻസൺ, വനിതാവേദി പ്രസിഡന്റ് മൃദുല നിഷാന്ത്, വൈസ് പ്രസിഡന്റ് പുഷ്പ സജീവ് എന്നിവർ ആശംസ നേർന്നു. ജനറൽ സെക്രട്ടറി ഹാഷിം ലെബ്ബ സ്വാഗതവും നജീബ് വെളിയത്ത് നന്ദിയും പറഞ്ഞു. പാലിയേറ്റീവ് നഴ്സായ ജിൻസൺ കേക്ക് മുറിച്ചു. ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത വിരുന്ന് വേറിട്ട അനുഭവമായി. ക്രൈസ്തവ ഭവനങ്ങളിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ മധുരമനോഹരമായ നിമിഷങ്ങൾ കടന്നു വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് ആകമാനം ജാതിമത ഭേദമില്ലാതെ, ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും എല്ലാവരും തന്നെ ഈ ക്രിസ്മസ് ആഘോഷവും ആഘോഷിക്കുകയാണ്. ഒന്നിച്ച് എല്ലാ മതവിഭാഗത്തിന്റെയും ആഘോഷങ്ങൾ കൃത്യമായി ആഘോഷിക്കുന്ന മറ്റൊരു സംഘടന ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം. അത് ഫെയ്സ് മാത്രമേ ഉള്ളൂ. അതില് ഫെയ്സിന്റെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് അഭിമാനം കൊള്ളാം. പണ്ടുകാലത്തൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊരു ആഘോഷവും നമ്മളതൊരു മതത്തിന്റെ ആഘോഷം അല്ല, അതിനപ്പുറം അല്ലെങ്കിൽ അത് എന്തിന്റെ ആഘോഷമാണെന്ന് പോലും ചിന്തിക്കാതെ നമ്മളെല്ലാവരും നമ്മുടെ കൂട്ടുകാരുമായി നമ്മുടെ ആ ചെറുപ്പകാലത്ത്, നമ്മുടെ ഒരു കൗമാരകാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ UP സ്കൂളിലും LP സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കൂട്ടുകാരും നമുക്കുള്ളത്. അപ്പം നമ്മുടെ കൂട്ടുകാർ പറയും ഞങ്ങളുടെ ക്രിസ്മസ് വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആ ആഘോഷത്തിൽ വളരെയേറെ എല്ലാം മറന്നു പങ്കെടുക്കുന്നത് ആ ഒരു കാലഘട്ടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തണുപ്പേറ്റ് മയങ്ങി കിടക്കുന്ന പുൽനാമ്പുകൾ പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ വീടിന്റെ ഏതെങ്കിലും ഒരു കൂരായിൽ ഒരു പുൽക്കൂട് ഒരുക്കി, വീടിന്റെ നക്ഷത്രം, നമ്മൾ പണ്ടൊക്കെ നക്ഷത്രം നോക്കുന്നതായിരിക്കും എപ്പോഴും ഓർക്കുന്നത്. നമ്മള് ഈ മുള വെട്ടിക്കീറി ഞങ്ങളുടെ റീനയുടെ ഇലക്ഷൻ പ്രചരണമായിട്ട് പോയപ്പോ റീനയുടെ വാർഡിൽ കണ്ട്, അതൊരു മുസ്ലിം വീടല്ലേ റീന, ഒരു മുസ്ലിം വീട്ടിലെ വലിയൊരു നക്ഷത്രം. റീനയാണ് പറഞ്ഞത് അതൊരു മുസ്ലിം ഭവനമാണ്. അപ്പൊ ഇപ്പോഴും ആ ആഘോഷങ്ങള് നമ്മുടെ രാജ്യത്ത് പല രീതിയിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാല ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് നമുക്കറിയാം. പക്ഷെ അതൊരു ചെറിയൊരു വിഭാഗം മാത്രമേ ഉള്ളൂ. കൃത്യമായ അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ അക്രമം, അല്ലെങ്കിൽ ആരാധനയുടെ പേരിൽ, അതൊക്കെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഒരു ചെറിയൊരു ശതമാനം ആ രാജ്യത്തിന്റെ സമാധാനം എടുത്തുന്നതിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് വളരെയേറെ ശക്തമായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന് അടിത്തറ പാകിയ ഒരുപാട് മഹാരഥന്മാർ കടന്നുപോയ ഒരു മണ്ണാണ് നമ്മുടെ. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു മതേതര സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഫെയ്സ്. എല്ലാ ജാതി മതവിഭാഗങ്ങളിലും പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അംഗങ്ങളായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് ഫൈനാൻസ് ക്ലബ് ഈരാറ്റുപേട്ട. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പരസ്പര ഐക്യം ഉണ്ടാക്കിയെടുക്കുന്ന ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഫെയ്സ്
ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം സ്നേഹത്തിന്റെ സന്ദേശവുമായി ലോകമെമ്പാടും ക്രിസ്മസ് കടന്നു വന്നു പോയി. ഇനി അടുത്ത ഒരു വർഷത്തെ വരവേൽക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്, ന്യൂ ഇയറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇനിയും നമുക്ക് വരാനുണ്ട്. നമുക്കൊന്നാമത് സ്കൂളിലാണെങ്കിലും സ്കൂൾ തലം തൊട്ടാണ് കലാകാരന്മാരെയും കലാകാരികളൊക്കെ വരേണ്ടത്. കായികമായിട്ടും ഒക്കെ ഇപ്പം നമ്മുടെ സ്കൂളിൽ നിന്നാണ് തുറക്കുവിടുന്നത്. പക്ഷെ അതൊന്നും പല ഭാഗത്തും നമ്മൾ കാണുന്നില്ല. സ്കൂളിൽ വേണ്ട സാറന്മാരും കൃത്യം മുൻകൈ എടുത്തും ഒരു കാര്യങ്ങൾ നമുക്ക് കാണുന്നില്ല. ഇതേതായാലും ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളത് തന്നെ എനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. ഇത് മുന്നോട്ട് തന്നെ പോകണം, നല്ല രീതിയിൽ തന്നെ പോകണം. ഉദ്ഘാടനത്തിൽ ക്ഷണിച്ച എല്ലാവർക്കും, ഇതിന്റെ സംഘാടകർക്കും, ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും, നിങ്ങളെല്ലാവർക്കും വേണ്ടി ഇതിന്റെ ആശംസ കൂടി ഞാൻ ഈ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചു കൊള്ളുന്നു. സ്വന്തം മതത്തിനപ്പുറത്തേക്ക് വളരാത്ത രീതിയിൽ ആക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പൊതുവേദിയിൽ ക്രിസ്മസ് പാടില്ല, ക്രിസ്മസ് കരോട് പാടില്ല, ക്രിസ്മസ് ഒക്കെ പള്ളിക്കുള്ളിലാവണം. നോമ്പും പെരുന്നാളും നിങ്ങൾക്ക് പള്ളിക്കുള്ളിൽ വെച്ചാൽ പോലെ ഒരു പുതിയ ചിന്തയും വിചിത്രമായ ആചാരങ്ങളുമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ മുഴങ്ങിയിട്ടുകൊണ്ടിരിക്കുന്നത്. 2014 തുടങ്ങി 2025 എത്തുമ്പോ അതിന്റെ ഒരു മൂർത്ത ഭാവത്തിലാണ് ഇന്ന് മനുഷ്യനെ വിഭാഗീയമായും വർഗീയമായും അകറ്റിക്കൊണ്ട് ഇന്ന് കാലഘട്ടം കടന്നു പോകുന്നത്. മതം മനുഷ്യന്റെ മനസ്സിൽ സങ്കീർണവും സങ്കുചിതവുമാവാതെ മതം വിശാല ചിന്തയോടുകൂടി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യത്തക്ക രീതിയിൽ സാഹോദര്യത്തോടുകൂടി ചേർന്ന് നിൽക്കേണ്ട ഒന്നാണ് മതം എന്ന് പഠിപ്പിക്കുമ്പോഴാണ് ഓരോ ആഘോഷവേളയും നമ്മൾ ചേർത്തെടുക്കുന്നത്. മറ്റുള്ളവരുടെ ആഘോഷത്തിൽ എന്തിനു പങ്കുചേരുന്നു എന്നൊക്കെ ചിലരൊക്കെ ചോദിച്ചേക്കാം. ആഘോഷത്തിൽ പങ്കുചേരുകയല്ല, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് മനസ്സിലാക്കുക. 100% മുസ്ലിം ആൾക്കാർ മാത്രം വസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ വളരെ ആഘോഷപൂർവ്വം ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിന്റെ വീഡിയോ കണ്ടു. സൗദിയിലും ദുബൈയിലും ഒമാനിലും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഒരു പോസ്റ്ററോട് ചോദിച്ചു, ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ ദുബൈയിൽ എവിടെയെങ്കിലും ഓണാഘോഷം ഉണ്ടോ? അവരുടെയൊക്കെ അജ്ഞതയെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകയെ ചോദിച്ചാണ് അറബി രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കാൻ പറ്റുമോ? ഇന്ന് കേരളത്തിനേക്കാൾ ഉപരി ഏറ്റവും നന്നായി ഓണം ആഘോഷിക്കുന്ന രാജ്യം വിദേശ രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഴയിലയിൽ കുത്തനെ ചോറിട്ട് ഏറ്റവും വിഭവ സംബന്ധമായി 28 കൂട്ടം കറികളും കൂട്ടി ഓണസദ്യ വിളമ്പുന്ന ധാരാളം രാജ്യങ്ങൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുണ്ട്. നാം അവിടെയാണ് തിരിച്ചറിവുണ്ടാവേണ്ടത്. കൂടുതൽ സംസ്കാര സമ്പന്നരാക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് എന്നും നിറഞ്ഞാടുന്ന നമ്മുടെ ഫേസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഘോഷവും, അത് ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിന്റെ ഒരു ഒത്തുചേരല്, സന്തോഷവും സ്നേഹവും പങ്കിടുന്ന ഒരു ആഘോഷ മുഹൂർത്തങ്ങളായിരിക്കും എപ്പോഴും നമുക്ക് ഓരോ ആഘോഷങ്ങളും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഫേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിലും പൂർവാധികം ശക്തിയായി തുടരണം എന്ന് മാത്രം പേശിച്ചുകൊണ്ട് ഓഫീസിൽ ചേരുമ്പോൾ ഫേസിന്റെ പ്രവർത്തകർ നമ്മളുടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, മുഴുവനും എല്ലാവരും ഏകോദര സഹോദരങ്ങളെ വാഴുന്ന ഈ ഓഫീസ് നമ്മുടെ ഓഫീസിന് പുറത്തേക്കും ആ രീതിയിലാക്കി തീർക്കുവാൻ നമ്മുടെ പ്രവർത്തനം ഉണ്ടാവണം എന്ന് നാം ഓണവും ക്രിസ്തുമസും മറ്റ് ആഘോഷങ്ങളും ഒക്കെ നടത്തുമ്പോൾ വിവിധ മതക്കാരും ജാതിക്കാരുമൊക്കെ ഉണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആഘോഷങ്ങളൊക്കെ മുമ്പും ഉണ്ടായിരുന്നു. നമ്മുടെ വളരെ ചെറുപ്പകാലത്ത് തന്നെ വീട്ടിൽ മുറിക്കുന്ന കേക്കുകൾ കടലാസിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് സ്കൂളിൽ എത്തിച്ചു തരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പള്ളിയിലെത്തി നോമ്പ് കാലത്ത് ഉരുവാക്കിഞ്ഞു കുടിക്കുന്ന ഒരു ക്രിസ്തീയ സഹോദരനും എനിക്കുണ്ടായിരുന്നു, കൂടെ പഠിച്ച. അരോണ പായസം കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ഒരു ടിന്ന് ഫുള്ളായിട്ട് തരുന്നവരുണ്ടായിരുന്നു, ഭാഗികമായിട്ട് തരുന്നവരുണ്ടായിരുന്നു. അന്നൊന്നും ആരും ഇത് ക്രൈസ്തവരുടേതാണെന്നോ അത് മുസ്ലിമിൻ്റെതാണെന്നോ
ഇത് ഹിന്ദുവിന്റെ ആണെന്ന് ഒരു വേർതിരിവിലായിരുന്നില്ല ആഘോഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നാം ഇതെല്ലാം തിരിച്ചറിയുന്നു. ഇത് അവരുടേതാണ്, അവരോടൊപ്പം ഞാനും നിൽക്കണം. ഇതെന്റേതാണ്, എന്റേതോടൊപ്പം അവരും നിൽക്കണം. ഈ അവസ്ഥയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ജീവിക്കാനായി എന്നത് തന്നെ ഒരു ശാപമാണ്. അതിന് വ്യത്യസ്തമായി ഇത്തരം സംഘടനകളുടെ ഈ കലാ, കായിക, സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രവർത്തനം ഇക്കാലവും നിലനിൽക്കുക എന്നത് മാത്രമാണ് അതിനൊരു മറുമരുന്ന് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈരാറ്റുപേട്ടയില് പിന്നെയും നന്മ നിറഞ്ഞ മനുഷ്യരുണ്ടെന്ന് തെളിയിച്ച ഒരു അവസരം കൂടായിരുന്നു അത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും പുതുവർഷം ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലെ നന്മകളുടെ ഉറവ പറ്റാത്ത ഹൃദയം എല്ലാവരുടെയും ഉള്ളിൽ, നല്ലൊരു മനസ്സ് എല്ലാവരുടെയും ഉള്ളിൽ സൂക്ഷിക്കുവാനായിട്ടുള്ള കരുണ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനൊരു നമ്മളുടെ ഈ ഒരു അവസരത്തില് മതത്തിനും ജാതിക്കും അതീതമായി ആരുടെയും ഒരു പ്രധാന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആരുടെയും പ്രത്യേക കഴിവുകൊണ്ടല്ല ഒരാൾ ഇന്ന മതത്തിൽ ജനിക്കുന്നത്, ആരുടെയും കഴിവുകേട് കൊണ്ടുമല്ല ഒരാൾ മറ്റൊരു വൈകല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ അവർക്ക് ഉണ്ടാകുന്നത്. ഇതൊക്കെ നമുക്ക് ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു നിയോഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ഓരോ മനുഷ്യജന്മത്തിനും ഓരോ നിയോഗമുണ്ട് ഈ ഭൂമിയിൽ വന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഒരുപാട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാനിങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഫേസിൽ വന്നതിൽ നിന്നാണെന്നാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. മനസ്സിനുടമകളായ അവരുടെ ഒരു പരിണിത ഫലം കൊണ്ടാണ് ഇന്ന് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അത് ലാസ്റ്റ് ഈ മാസം വലിയൊരു 2 ദിവസത്തെ കാലവേളയോട് കൂടി ഇത് വലിയൊരു പരിപാടി വെക്കുകയും അവിടെ വെച്ച് എന്നെ ഫേസ് ആദരിക്കുകയും ചെയ്തു. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരിക്കൽ ഫേസിലെ എല്ലാവർക്കും, ലോകമെമ്പാടും ഉള്ളവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ജെയിംസ് സാറിനും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. അതുപോലെ ഒരേ രീതിയിൽ കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു, പട്ടിണി കിടന്നു. ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ 27ാമത് വർഷം നമ്മുടെ ഈ ഫേസ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് അതിൻ്റെ അത്രയും ത്യാഗമൊന്നും സഹിക്കേണ്ട കാലമല്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ ഒരു പ്രസ്ഥാനം ഇന്നിത്രയും ഗംഭീരമായിട്ട് വളർന്നു വന്നതിന്റെ പ്രധാന കാരണം എല്ലാവരുടെയും സംഘടിപ്പിച്ച പോലെ അല്ല എല്ലാവരും ഈ ഫേസ് സംഘടിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഒത്തിരി ത്യാഗവും ഒത്തിരി പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ്.